ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ഷഗ്ഗിലേക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള ടാഗ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്യുന്നുള്ള വീഡിയോയാണ്. അപ്പം നമുക്ക് നെറ്റ് ഫാബ്രിക്കിലാണ് ഇതുപോലെ ഒരു ടാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ നെറ്റ് ഫാബ്രിക്കിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആ പ്രഷർ ഫൂട്ടിൻ്റെ ഒരു ടീത്ത് വരുന്ന അത്രയും വിഡ്ത്ത് മതി. ഏറ്റവും കുറഞ്ഞ വിഡ്ത്തിൽ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഷഗ് എങ്ങനെയാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെ ഇതിന് തൊട്ട് മുമ്പേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഷഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ടാഗ് എടുത്തിരിക്കുകയാണ്. അതിനെ നമ്മൾ തിരിച്ചെടുത്ത് ഇതുപോലെ നീറ്റാക്കി എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ നെറ്റ് ഫാബ്രിക് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രത്യേകം സ്ക്വയർ ഒന്നും ആക്കാൻ നിൽക്കേണ്ട. നമുക്ക് ഇതുപോലെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ മുറിച്ച് കളയുന്ന ഫാബ്രിക്കിൽ നിന്ന് തന്നെ ഇങ്ങനെ നമ്മൾ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡിൽ ഇത് കണ്ടോ, നമുക്കൊരു ടെസിൽസ് അവിടെ റെഡിയായി ലഭിക്കും. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഷഗ്, ഇതിൻ്റെ വീഡിയോ ആണ് നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക് കൊണ്ട് തന്നെ നമ്മൾ അതിനെ രണ്ടായിട്ട് ഒരു 2 ഇഞ്ചുള്ള നെറ്റിൻ്റെ ഫാബ്രിക് എടുക്കുക. എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കണ്ടോ, നമ്മളൊരു നീഡിൽ ഉപയോഗിച്ച് ഈ സൈഡ് വഴി ഇങ്ങനെ നമ്മളിതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിലാണ് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ആ ടാഗും ഇതുപോലെ തന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേ സെയിം മെത്തേഡ് ഇത് രണ്ടും ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് രണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ ഷഗ്ഗിൻ്റെ കറക്റ്റ് ആ നെക്ക് ഭാഗം വരുന്നിടത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. രണ്ട് വശത്തും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ലൂപ്പ് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ വർക്കുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത്. നമ്മളുടെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആണെങ്കിൽ ഈ ലൂപ്പ് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇല്ലെങ്കിൽ നമ്മളുടെ ഇപ്പുറത്തെ വശത്ത് സ്റ്റിച്ച് വരികയും അതൊരു പെർഫെക്ഷൻ ഇല്ലാതെ നമുക്ക് വരികയും ചെയ്യുവേ. അതിനുശേഷം നമ്മൾ ആ ടാഗ് ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അടുത്ത സൈഡ് എടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ലൂപ്പിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വർക്കുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മെഷീനെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആ ടാഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ടെസിൽസ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഷഗ്ഗിലേക്ക് കറക്റ്റായിട്ട് രണ്ട് വശത്തും ഇങ്ങനെ ടാഗ് ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ടെസിൽസും ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാവേ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഇത് ഒരു ബിഗിനേഴ്സിനുള്ള ഒരു വീഡിയോയാണ്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.